ഹായ് ഗൈസ്, കുറച്ച് കഷ്ണം ബ്രെഡ് വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതിനായി ആദ്യം നമുക്ക് വേണ്ടത് ഒരു 4 മുതൽ 7 കഷ്ണം വരെ ബ്രെഡാണ്. കൂടുതൽ എടുത്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, ചേരുവകൾ അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു 7 കഷ്ണം ബ്രെഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇത്രയും എടുക്കുക. അതോടൊപ്പം തന്നെ ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ചീസ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റിവെക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത ക്യാപ്സിക്കം, തക്കാളി, ക്യാരറ്റ് ഇത്രയും വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അതോടൊപ്പം ചേർക്കുക. കുറച്ച് ഒറിഗാനോ സീസണിംഗ് പൗഡർ കൂടി ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വളരെയധികം ഉപകാരപ്പെടും. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലും നല്ലതാണ് കേട്ടോ. ഇതിലൊരു 3 എണ്ണം ഞാൻ എയർ ഫ്രയറിൽ വെച്ചും 4 എണ്ണം ദോശക്കല്ലിൽ വെച്ചുമാണ് ചൂടാക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിലേക്ക് ഒരു 3 കഷ്ണം ബ്രെഡ് ഇതുപോലെ നമ്മുടെ ചേരുവകളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം വയ്ക്കുക. ഒരു 190 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തതിന് ശേഷം 7 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് നമുക്ക് ഈ എയർ ഫ്രയർ സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അതിലേക്ക് ചേരുവ ഫില്ല് ചെയ്ത 2 കഷ്ണം ബ്രെഡും അതിൻ്റെ മുകളിലേക്ക് ഓരോ കഷ്ണം ബ്രെഡും വയ്ക്കുക. എന്നിട്ട് ഓരോ സൈഡും ഒരു 3 മിനിറ്റ് വെച്ച് മറിച്ചിടുക. അപ്പോൾ ഇതാണ് എയർ ഫ്രയറിലിട്ട് സെറ്റ് ചെയ്ത ഐറ്റം. ഇതുപോലെ ക്രോസായി കട്ട് ചെയ്ത് എടുത്താൽ ഇതിനെ നമുക്ക് ബ്രെഡ് പിസ്സ എന്നും, ദോശക്കല്ലിൽ വെച്ച് ചൂടാക്കിയ ഐറ്റത്തിനെ ഇതുപോലെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് സാൻഡ്വിച്ച് എന്നും വിളിക്കാം.